എൻ്റെ അടുത്ത് സാധാരണ പേഷ്യൻസ് വന്നിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയത്. കാര്യം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ഡയറ്റ് നോക്കി, ഫുഡ് കൺട്രോൾ ചെയ്തു, തുടക്കത്തിൽ നന്നായിട്ട് കുറഞ്ഞു, പിന്നെ കുറയണില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഡയറ്റ് നിർത്തി, പിന്നെ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു തുടങ്ങി. എൻ്റെ വെയിറ്റ് ഒരിക്കലും കുറയുന്നു തോന്നണില്ല എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഡയറ്റ് എടുക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ ആദ്യം കുറയുന്നത് വാട്ടർ വെയിറ്റ് ആണ്. എന്താണ് ഈ വാട്ടർ വെയിറ്റ് കുറയാന്ന് പറയുന്നത്? നമ്മൾ ഈ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ആ ഒരു ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഗ്ലൈക്കോജന് 3 ഗ്രാം വാട്ടറാണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഫുഡെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഊർജ്ജം ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ആ സമയത്ത് പുറന്തള്ളപ്പെടുന്നത് വാട്ടറും കൂടിയാണ്. അപ്പോൾ തുടക്കത്തിൽ പോകുന്നത് വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തുടക്കത്തിൽ ശരീരം ഒരു കുറവെല്ലാം തോന്നും, വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നും. പക്ഷേ പിന്നീടാണ് ശരിക്കും ഒരു വെയിറ്റ് റിഡക്ഷൻ നടക്കുന്നത്, എന്ന് വെച്ചാൽ ഫാറ്റ് ബേണിങ് നടക്കുന്നത്. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട്. അപ്പോഴേക്കും നമ്മൾ ഒരു മാസത്തിൽ നമുക്ക് 2 കിലോയോ അല്ലെങ്കിൽ 5 കിലോയോ ഒക്കെ കുറഞ്ഞു. പിന്നത്തെ മാസം അങ്ങോട്ട് കുറവധികം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരുതും ഇനി എൻ്റെ വെയിറ്റ് കുറയില്ല എന്ന് കരുതിയിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ഫുഡും കഴിക്കും, വീണ്ടും വർക്കൗട്ട് എല്ലാം നിർത്തും. അങ്ങനെ വരുമ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ വെയിറ്റ് കൂടുകയും ചെയ്യും. അപ്പം ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുള്ളൊരു കാര്യം, കറക്റ്റായിട്ട് വെയിറ്റ് റിഡക്ഷൻ തുടങ്ങുന്ന 2ാമത്തെ മാസമാണ്. കാര്യം എന്താ, ഫാറ്റ് ബേണിങ് നടക്കുന്ന അപ്പോഴാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഫോളോ ചെയ്യൽ കൃത്യമായ രീതിക്ക് തന്നെ ചെയ്യണം. കാര്യം കൃത്യമായിട്ട് ഫുഡ് കഴിക്കണം, വ്യായാമം ചെയ്യണം, അതിൻ്റെ ഒപ്പം തന്നെ ഫാറ്റ് ബേണിങ്ങിനായിട്ടുള്ള മെഡിസിൻ കൂടെ ചെയ്താൽ വളരെ നല്ലതാണ്. നമ്മുടെ ആയുർവേദത്തിൽ ഇഷ്ടം പോലെ മെഡിസിൻസ് ഉണ്ട്. വേങ്ങ, കരിങ്ങാലി തുടങ്ങിയിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വർക്കൗട്ടോട് ചെയ്താൽ ഫാറ്റ് ബേണിങ് നടക്കും. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഞാൻ സാധാരണ ഈ ഒരു ഡയറ്റ് പ്ലാനും അതിൻ്റെ ഒപ്പം തന്നെ വർക്കൗട്ടും പറയുന്നതിൻ്റെ ഒപ്പം നമ്മുടെ മെഡിസിൻസ് കൂടെ പറയാറുണ്ട്. കൊളസ്റ്റൻറ്റും ബാക്കും ഷേപ്പീസും തുടങ്ങിയ മരുന്നുകൾ. ഈ തുടക്കത്തിൽ ഈ ഒരു വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ മെഡിസിൻ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. കാര്യം എന്താ, ആ ഒരു മരുന്ന് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ബേണിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റും കുറയാറുണ്ട്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. തുടക്കത്തിൽ വാട്ടറാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത്, പിന്നീട് പോകുന്നത് ഫാറ്റുമാണ്.